ഒരിക്കൽ ഒരാൾ ഒരു അമ്പലം നിർമ്മിക്കുന്ന ആ ഒരു സ്ഥലത്ത് ചെന്ന് ഇങ്ങനെ വെറുതെ ആ അമ്പലത്തിൻ്റെ ആ പണികളെല്ലാം നോക്കി നിൽക്കുകയായിരുന്നു. അപ്പോൾ അയാൾ 3 കൽപ്പണിക്കാരെ കണ്ടു. അവർ 3 പേരും അവിടെ ഇരുന്ന് കല്ല് ഇങ്ങനെ അടിച്ചു പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ആളോട് ഇദ്ദേഹം ചോദിച്ചു, താങ്കൾ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ അയാൾ കുറച്ച് ദേഷ്യപ്പെട്ട് ചോദിച്ചു, തനിക്ക് കണ്ടൂടെ ഞാൻ എന്താ ചെയ്യുന്നതെന്ന്? ഞാൻ കല്ല് പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നു. അമ്പലം പണിയണമെന്നോ, അമ്പലം പണിയുമ്പോൾ കല്ലുകൾ പൊട്ടിക്കണമല്ലോ, അതുകൊണ്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്ത് ചെയ്യാനാ, എൻ്റെ ഓരോ വിധി, എങ്ങനെയെങ്കിലും ജീവിക്കണ്ടേ, അപ്പോൾ എന്തെങ്കിലും പണി ചെയ്തല്ലേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അയാൾ പെറുപുറത്തുകൊണ്ടിരുന്നു. രണ്ടാമത്തെ ആളോട് ഇതുപോലെ ഇയാൾ പോയി ചോദിക്കുമ്പോൾ അയാൾ പറയുന്നു, അയാൾ കുറച്ചുകൂടി പ്ലസൻ്റ് ആയിട്ട് പറഞ്ഞു, ഞാൻ ഈ അമ്പലം പണിയാൻ വേണ്ടിയിട്ട് കല്ലുകൾ പൊട്ടിക്കുകയാണ്. ആദ്യം ഇതിൻ്റെ ഭിത്തിയാണ് നിർമ്മിക്കുക, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ കല്ലുകൾ പൊട്ടിക്കുന്നതെന്ന്. മൂന്നാമത്തെ ആളോട് ചോദിക്കുമ്പോൾ അയാൾ ഭയങ്കര സന്തോഷത്തോടു കൂടി പറഞ്ഞു, ശരിക്കും പറഞ്ഞാൽ ഇതൊരു നിയോഗമാണ്. എനിക്ക് ഈ അമ്പലം പണിയാനായിട്ട് ഉള്ളൊരു ഭാഗ്യം, അതിനൊരു ഭാഗമാകാൻ എനിക്കൊരു ഭാഗ്യം കിട്ടിയല്ലോ. അപ്പോൾ ഇത് എത്ര മനോഹരമായിട്ട്, എത്ര പ്രിസൈസായി നമ്മളത് ചെയ്യുന്നുവോ, അല്ലെങ്കിൽ എത്ര സൂക്ഷ്മതയോടെ ചെയ്യുന്നുവോ അത്രയും നന്നായി ഈ അമ്പലം വരും. അപ്പോൾ നാളെ ആളുകൾ ഇവിടെ വന്ന് ഒരുപാട് ആരാധനയൊക്കെ നടത്തുകയും അതുപോലെ തന്നെ മൂർത്തിയെ ഇതിൻ്റെ ഉള്ളിൽ പ്രതിഷ്ഠിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതം തന്നെ സഫലമായി എന്നുള്ളൊരു ഫീലിംഗ് എനിക്കുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഞാനതൊരു ഈശ്വരൻ്റെ ഒരു നിശ്ചയമായി കണ്ടുകൊണ്ട് ഞാൻ എൻ്റെ ജോലി ചെയ്യുകയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം നോക്കൂ, ഈ 3 പേരും ചെയ്യുന്നത് ഒരേ പണിയാണ്, പക്ഷേ അവർക്ക് 3 പേർക്കും അതിനെക്കുറിച്ചുള്ള അഭിപ്രായം, അല്ലെങ്കിൽ ആ 3 പേരും അതെടുക്കുന്ന രീതിക്ക് ഒരുപാട് വ്യത്യാസമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യവും നമ്മൾ എങ്ങനെ എടുക്കുന്നു എന്നതനുസരിച്ചിട്ടാണ് നമുക്കത് ആസ്വാദികരമാകുന്നു, ജീവിതം കൂടുതൽ സന്തോഷമാകുന്നു എന്നൊക്കെ തീരുമാനിക്കാൻ പറ്റുക. നമുക്ക് എല്ലാം ഒരു പ്രശ്നമായി തോന്നുകയാണെങ്കിൽ പിന്നെ നമുക്ക് ജീവിതത്തിൽ സന്തോഷമുണ്ടാകുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും. അതേസമയത്ത് ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലും നമ്മളത് ആസ്വദിച്ച് നമുക്കത് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അപ്പോൾ ജീവിതം കുറച്ചുകൂടി മനോഹരമാകും, കുറച്ചുകൂടി സന്തോഷമുണ്ടാവും. യു വിൽ ബി ഇൻ പീസ് വിത്ത് യുവർ സെൽഫ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പേഴ്സ്പെക്റ്റീവും നമ്മുടെ ആറ്റിറ്റ്യൂഡും മാറ്റിയാൽ നമുക്ക് ജീവിതത്തിൽ കുറച്ചുകൂടി സന്തോഷകരമായി ജീവിക്കാം എന്നാണ് എനിക്ക് ഈ കഥയിൽ നിന്ന് മനസ്സിലായത്.